ഹലോ, കേൾക്കുന്നുണ്ടോ മാ? കേൾക്കുന്നുണ്ടോ? ശരി ശരി. രാവിലെ തൊട്ട് വിളിയൊന്നും കണ്ടില്ലല്ലോ. ഏ ആ തിരക്കേന്നാ. പിള്ളേർ വന്നിട്ടുണ്ടോ അവിടെ, താത്തയും കുട്ടികളൊക്കെ? ഓ ശരി ശരി. ഞാനിതേ ഇവിടെ ഇരിക്കുന്നു, പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, അത് കഴുകിയിട്ട് ഇനിയിപ്പോൾ വെറുതെ ഇരിക്കുക തന്നെയാണ്. ഉമ്മ വീട്ടിലില്ല. ഉമ്മ താത്താൻ്റെ അടുത്തേക്ക് പോയിരിക്കുക. ഇനിയിപ്പോൾ എപ്പോൾ വരാനാവോ? ഇന്ന് വരില്ല തോന്നുന്നുണ്ട്. ഇന്ന് രാവിലെ നേരത്തെ പോയതാണ്. അവിടെ എന്തോ താത്താക്ക് വയ്യാന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഉമ്മ അവിടെ നിന്ന് പോയതാ. ഇല്ല, വരുമോന്നറിയില്ല. വിളിച്ചു നോക്കണം ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട്. ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഇരുന്നുണ്ട്. ഇനിയിപ്പോൾ ഉമ്മ ചിലപ്പോൾ നിന്നോട്ടെ. ഞാൻ പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിന്നോളാൻ പറഞ്ഞു. എനിക്കെന്ത് പേടി, ഇവിടെ ചുറ്റും വീട് തന്നെയല്ലേ. ഇല്ലില്ല. പിന്നെ മറ്റേ സെലീൻ താത്താൻ്റെ മോളാരേലും വരുമായിരിക്കും കൂടെ നിൽക്കാൻ. ഇനിയിപ്പോൾ ഉമ്മ വരുന്നില്ലെങ്കിൽ ഞാൻ ആളുടെ അടുത്ത് വരാൻ പറയും. കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം കഴിച്ചില്ലേ എല്ലാവരും? ഞാൻ കഴിക്കാമെന്ന് വെച്ചിട്ട് നിൽക്കുക തന്നെയാണ്. കഴിച്ചിട്ട് കുറച്ച് നേരം കിടക്കണം എന്നുണ്ട്. പണികളൊന്നും ഇല്ലല്ലോ ആളില്ലാത്ത കാരണം. ഷെബിക്ക വിളിച്ചു. ഷെബിക്ക ഇന്നലെ രാത്രിയൊക്കെ വിളിച്ചു, രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. ശരി മന്ന, ഞാൻ പിന്നെ വെക്കട്ടെ എന്നാ. കുറച്ച് പാത്രം കൂടി ഉണ്ട്, അത് കഴുകി വെച്ചാൽ പോയി കിടക്കാമല്ലോ. ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടക്കണം. ശരി എന്നാ, അസ്സലാമു അലൈക്കും. ശരി മന്ന. ഇവര് ഈ വീടിന്റെ മേലെ വീട് കയറ്റിയ നമ്മള് വന്നിട്ട് കുറെ കാലായി. ഇതൊക്കെ എന്താ സംഭവിച്ചു? അവര് കാശുകാരായ അണ്ണാക്ക് മുറിച്ചിക്കാണ് പോയി കോണിമ്പിൽ അടിച്ചേ. കോളിമ്പില്ല അവിടെ എനിക്ക് എത്തുന്നില്ല. ഞങ്ങളൊന്നും അടിച്ചേ. ഇവിടെ ആരും ഇല്ലേ? വീടൊക്കെ ഉണ്ട്. വീടേ മറന്ന പോലെ ഉണ്ട്. കോളില്ലല്ല, വന്നല്ലേ അവര് വരുന്നതൊന്നും അടുത്തില്ല. ഒരു വാദം തുറക്ക എത്ര നേരം എന്റെ മോളെ പറയാണ്ടല്ലേ വന്നിക്കണ്. മാമ വായ ഉള്ളിൽ കേറ്. അമ്മായി വായോ? മാമാന്റെ വണ്ടിയാണല്ലേ, ഞാൻ വേറെ ആരെയോ. ഞങ്ങൾ തിരിച്ചു പോവാൻ നിക്കാണ്, വാതിൽ തുറക്കാൻ ആരും അത് ഞങ്ങളെ വണ്ടിയാ. അതാ ഒരാഴ്ച തന്നെ ആയിട്ടുള്ളൂ ഞങ്ങള് വണ്ടി. പുതിയ വണ്ടി എടുത്താ മാമ? വണ്ടി ഇതല്ല, ഇപ്പൊ മോഡല് കണ്ടപ്പോ എടുത്തതാ. ഇനി ഉണ്ട് ഇതുപോലത്തെ 3 അവിടെ. ആണോ? ശരി. അമ്മായി മാമ എന്തെങ്കിലും വായ? കാറിന്റെ മോളെ, കാറ് കൊണ്ടുവന്നിട്ടില്ലല്ലോ. കാറ് നീ കണ്ടിട്ടില്ലല്ലോ. കാർ എടുക്കാൻ നിന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം ബുള്ളറ്റിൽ വരാനാ. അപ്പൊ ബുള്ളറ്റിൽ ഇന്ന് വരാനേ, കാറ്റൊക്കെ കൊണ്ട് നല്ലതിൽ വരാലോ. എന്റെ മാമാക്ക് കാർ എടുക്കാൻ നിന്നതാ. വേണ്ട മണിക്കൂർ വന്നേ. ഇവിടെ ഇല്ല. അവര് ഉമ്മ വന്നിട്ട് താത്താന്റെ അടുത്തേക്ക് പോയിക്ക. അമ്മായി ഇരിക്ക്, മാമ ഇരിക്ക്. അതെ, താത്താന്റെ അടുത്തേക്ക് പോയിക്ക. ഞാന് പണികളൊക്കെ ഒന്ന് കഴിഞ്ഞ വെച്ചിട്ട് കിടക്കാൻ പറഞ്ഞിട്ട് വരികയെന്നു. ചൂടെടുത്തിട്ടേ എസിയിൽ അവിടെ എസിയിൽ ഇരുന്നിട്ടേ എന്തൊരു ചൂടാ. ശരിയാ. ഇവിടെ എസി ഒന്നും വെച്ചിട്ടില്ലേ? ഇല്ല അമ്മായി, അതൊന്നും വെച്ചിട്ടില്ല. ഇവിടെ ഫാൻ തന്നെ. പക്ഷെ ഇവിടെ നല്ല കൂളിംഗ് തന്നെയാ, കുഴപ്പമൊന്നുമില്ല. അമ്മയും മാമ ഇവിടെ ഇരിക്കും. ഞാൻ പോയിട്ട് ചായക്ക് എന്തെങ്കിലും. ചായ ഒന്നും വേണ്ട മോളെ, സമയായില്ലേ, ചായ എടുക്കാം. ചായക്ക് ഞാൻ പാൽ ചായ കുടിക്കൂല. എനിക്ക് ഒന്നിലെ ഹോർലിക്സ് വേണം. ബൂസ്റ്റാ? അതൊന്നും നിന്റെ ഉമ്മ വാങ്ങിച്ചു വെക്കില്ല. എനിക്ക് നിന്റെ ഉമ്മാനെ പണ്ടേ തൊട്ട് അറിയാലോ. വെള്ളം കലക്കുന്ന പൊടി ഇങ്ങനെ നിന്റെ ഉമ്മ മേടിച്ചു വെച്ചിട്ടുണ്ടാ? ടാങ്ക് ഇരിക്കണ്ടെന്നാ ഞാൻ ടാങ്ക് കലക്കി അങ്ങനെ മേടിച്ചു വെച്ചിട്ടുണ്ടല്ലോ നിന്റെ പൊന്നാരെ ഉമ്മ. മാമാക്ക് എന്താ ഉണ്ട്? ശരി, ഞാൻ വെള്ളം കലക്കിട്ട് വരാം. മാമാക്ക് എന്ത് കൊടുത്താലോ ഓക്കെ, എനിക്കത് പറ്റില്ല. എനിക്ക് ചെറുപ്പം തൊട്ട് കുടിച്ച് പരിചയത് കൊണ്ടാണ്. നിങ്ങൾക്കത് ശീലല്ല അല്ലേ?
ഏ ഈ വക സാധനം നമ്മൾ കണ്ടിട്ട് അവിടെ വെച്ചിട്ടേ ഇല്ല. നീ ഇത് വലിയ വലിയ പൊങ്ങച്ചൊക്കെ അടിച്ചു കൊടുക്കല്ലോ. അവരോടൊക്കെ അങ്ങനെ തന്നെ പൊങ്ങിക്കണം. എന്റെ നാട്ടിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഭയങ്കര സാധന. നമ്മളില്ലാത്ത പോലെ എപ്പോഴും ഇവിടെ വന്ന് അഭിനയിക്കാൻ പാടില്ല. ഇതേപോലെ തന്നെ അഭിനയിക്കണം. നിങ്ങൾക്ക് അറിയില്ല. ഓവറല്ലേ? ഓവറൊന്നും അല്ല. എന്താ 5 രൂപ കൊടുത്താൽ കിട്ടില്ല ഒരു ഫാക്ടറി ഫ്രൂട്ട്സ്. അവർ വരുമ്പോൾ നമുക്ക് 5 രൂപയുടെ കുറേ മേടിച്ച് വെക്കാം. അല്ല ഇവര് പേരുടെ മേലെ പേരെ വെച്ചിരിക്കുന്നുണ്ടാ. ഇവര് പണക്കാരായി തോന്നുന്നുണ്ട്. നീ പൊങ്ങച്ചടിച്ചു വിട്ടില്ലേ? 4 വണ്ടിയുണ്ട് 3 വണ്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. 4 വണ്ടി വഴി കൂടി പോണ വണ്ടി എടുത്ത് നമ്മുടെ വീട്ടിൽ മുന്നിൽ വെക്കാലോ. നമ്മൾ കണ്ടപ്പോ സത്യസന്ധം നമ്മുടെ വീട് അവര് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെന്താ അപ്പത്ത് പിള്ളേര് പേരൻസ് കളിക്കാൻ പറ്റില്ലേ? അവരുടെ വണ്ടി ഇവര് വരുമ്പോ നമുക്ക് വീട്ടിൽ നമ്മുടെ മുറ്റത്ത് വെക്കാം. ഇത് ഞങ്ങളെ വണ്ടിയാണ് പറയാലോ. ഇപ്പൊ ഇവരെന്തിട്ടോ ഒരു വീടല്ലേ വെച്ചിട്ടുള്ളൂ. ആ എന്തിട്ടാ മോൾക്കൊരു വീട് എടുത്തതല്ല, നമ്മളെടുക്കാൻ പോവാണ് അടിപൊളി വീട്. ഒരുപാട് പൊങ്ങച്ചുമ്പോ എന്താ അവർക്ക് പിന്നാലെ വീടുകളൊക്കെ വീട് കാണാം. അവരൊന്നും വരില്ല. അതല്ലേ ഞാൻ തല്ലി വിടുന്നു. അവരൊന്നും വരില്ല. അവരിവിടെ പൊങ്ങച്ചൻ വരുന്നു. പൊടിയെങ്കിലും മേടിച്ച് ഉണ്ടായിരുന്നല്ല. അതെ മോൾക്ക് ഇവിടെ സുഖല്ലേ? എന്നാ പോയി ഉമ്മ? അതെ അതെ മോൾക്ക് ഇത്തിരി സ്വസ്ഥത കിട്ടിയ പോലെ ഉണ്ടാവൂലേ അമ്മ പോയപ്പോ? പിന്നെന്താ അമ്മായി, താത്താവർക്കൊക്കെ സുഖന്യല്ലേ? അവർക്കെന്താ മോളെ, അവർക്കൊക്കെ സുഖം. ആണോ? പിന്നെന്താ ഒരാള് ഗൾഫിലെ എപ്പോ പോയി? അവളുടെ മാപ്പിള കൊണ്ടുപോയി. അതെ അവളുടെ മോളെയൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തിട്ട് അവളും മാപ്പിള എവിടെയാ? മാപ്പിളക്കും ഭാര്യക്കും ജോലി കിട്ടി. അവർക്കൊക്കെ സുഖം. എന്റെ മക്കൾക്ക് 3 ആൾക്കും നല്ല സുഖം. നല്ല സുഖം. എന്നെയും വിളിച്ചോണ്ടിരിക്ക അങ്ങട്ട്. എനിക്ക് ഇവിടെ വിട്ട് പോവാൻ ഇഷ്ടല്ല. അത് കാരണം അങ്ങനെ ഇവിടെ പിടിച്ച് നിക്കണ്ട്. അല്ല ഈ അടുത്ത് പ്രശ്നമായിട്ട് വീട്ടിൽ വന്നൊക്കെ കേട്ടല്ലോ. അതൊക്കെ വെറുതെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കുക. എന്തെങ്കിലും ഒന്ന് കേട്ടാ അപ്പൊ അല്ല മോള് അതിന്റെ ഇടയിൽ തല്ലൂടി പോയി എന്ന് പറഞ്ഞല്ലോ. ഞാനോ? എനിക്ക് തല്ലൂടി പോയി കുറെ നിന്ന് അവിടെ പോയിട്ട്. അങ്ങനെയൊന്നും ഇല്ല അമ്മായി, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് തല്ലൂടി പോയി. അതൊക്കെ ഞാൻ അറിഞ്ഞു. മോള് നോണയൊന്നും പറയണ്ടട്ടാ. എന്തിനാ ഞാൻ എന്തിനാ തല്ലൂടി? ഈ തല്ലൂടി പോയി എന്നൊക്കെ നിന്നെ കണ്ടാലും എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടുത്തെ ഒരു പണിക്കാരി കുട്ടിയെ പോലെ ഒന്ന് നിക്കണ്. എന്റെ മക്കളൊക്കെ നിക്കുമ്പോ നീ വന്നൊന്ന് നോക്കി നോക്ക്. അങ്ങനെയൊന്നും ഇല്ല അമ്മായി, വെറുതെ വരുന്നത്. ഞാൻ വീട്ടിലേക്ക് വിരുന്ന് പോയിക്കായിരുന്നു. ഞാൻ കുറച്ച് കൂടുതൽ ദിവസം നിന്നിട്ടുണ്ട്. അവിടെ താത്തമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ പിന്നെ ഞാൻ ശരി കുറച്ച് ദിവസം കൂടി നിക്കാലോന്ന് വെച്ചിട്ട് ഇവിടെ ഉമ്മാനോടൊക്കെ ചോദിച്ചിട്ട് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനിയിപ്പോ ഇവിടുത്തെ ഉമ്മ നാളെ വരിക? അറിയില്ല, ചിലപ്പോ ഉമ്മ വൈകുന്നേരം വരുമായിരിക്കും. അതെ ചിലപ്പോ നാളെ വരുമായിരിക്കും. അല്ല മോളെ ശരി. അമ്മയുടെ കുറിച്ച് മോളെ കുടിച്ചിട്ടില്ല. ഞാൻ അതുകൊണ്ട് വെച്ചിട്ട് വരാം. പിന്നെ അറിയാൻ ഒന്നും പോകൂല്ല. മോളെ കുടിച്ചില്ലേ വെള്ളം? അടുക്കളയൊക്കെ കുറച്ചൊക്കെ പണികൾ കഴിഞ്ഞല്ലേ? കുറച്ചെന്താ ഈ ഭാഗത്ത് വെക്കാത്ത കാശില്ലണ്ട? അല്ലല്ല, അത് ആ സൈഡ് മാത്രം മതി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ തീരുമാനിച്ചു ഞങ്ങള്. ഇപ്പോഴും നിന്റെ അമ്മായിമ്മ പറയണ പോലെ തന്നെ അല്ലേ ഇവിടെ? അങ്ങനെയൊന്നുമില്ല അമ്മായി, അവരുടെ ഇഷ്ടല്ലേ. അവിടെയൊക്കെ ഞങ്ങളെ മക്കള് തീരുമാനം എങ്ങനെ അതേപോലെയാണ്. എന്റെ എന്റെ ഉമ്മാനെ പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്റെ ഉമ്മാനെ പറ്റി ഞങ്ങൾക്കറിയാം. ഞങ്ങള് തറവാട്ടില് നിക്കുമ്പോഴേ ഭയങ്കര സാധന. എന്റെ ഉമ്മ ഒരുത്തിയാണ് ഞങ്ങളാ വീട് വിട്ട് പുറത്തേക്ക് വരാൻ കാരണം. അറിയോ ഉമ്മ ഇപ്പൊ എങ്ങനെയാന്ന് അറിയില്ല. ഭയങ്കര സാധന. എനിക്ക് അറിയണ പോലെ ഒന്നും മോൾക്ക് അറിയില്ല. മോള് മറച്ചേക്കൊന്നും വേണ്ട എന്നോട്. അല്ല അങ്ങനത്തെ സാധന മോൾക്ക് അറിയാണ്ടാണ്. മോളൊക്കെ കണ്ടും കേട്ടും നിന്നോട്ടാ. ഞാൻ പറഞ്ഞൊന്നും പറയാൻ നിൽക്കാതെ. ഞങ്ങള് വന്നെന്ന് പറഞ്ഞാൽ ആ പെണ്ണിട്ട് ഓടിക്കൊണ്ട് വരും കൂടി ചിലപ്പോ. അപ്പൊ അതൊന്നും പറയാൻ നിൽക്കണ്ടട്ടാ. ഇല്ലല്ല, എന്റെ ഒരു മോളെ പോലെ വിചാരിച്ചിട്ട് പറയാ. പക്ഷെ എന്റെ മോളെ കൊടുത്തോ എന്റെ മക്കളെ കൊടുത്തോടൊക്കെ പോരുമ്പോ സുഖം. നല്ല സ്വഭാവമുള്ള അമ്മായിമ്മയും ഒക്കെ കുഴപ്പമില്ല. പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്തൊരു ചൂടെടുക്കുന്നുണ്ട് ഇവിടെ. എന്തായാലും ഒരു എ സി ആവശ്യമില്ല. നിന്റെ മാപ്പിളയോട് പറഞ്ഞിട്ടൊരു അടുക്കളയിൽ എ സിയാ? പറയണ്ട അമ്മായി എന്തായാലും. പിന്നെന്താണ് വിശേഷം? മോള് ഭയങ്കര ക്ഷീണമല്ലോ. അത് ഞാൻ തടി കുറയ്ക്കണം. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിക്കണ്. നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിക്ക്. മാപ്പിളൊക്കെ ഗൾഫിലല്ലേ?
പിന്നെന്താ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്ക്. മോള് ഇവരൊക്കെ ഗൾഫുകാരുടെ ഭാര്യയല്ലേ, ഒന്നും അല്ലെങ്കിലും. പിന്നെ ഞങ്ങളങ്ങനെ ഇങ്ങനെ പോന്നപ്പോൾ ശരി കട വീട്ടിൽ ഒന്ന് കയറിയിട്ട് പോവാന്ന് വെച്ചിട്ട് ഇരുന്നാണ്. വന്നപ്പോ അതിന്റെ അമ്മ അല്ലാത്തത് നന്നായി. എന്നോട് ഇങ്ങനെങ്കിലും ഒന്നും സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ഇതിലെന്താ അമ്മായി, അവരിപ്പോ ഉമ്മ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഉമ്മ വർത്താനം പറയുന്നില്ല, എന്താ കുഴപ്പം? അങ്ങനെയൊന്നും ഇല്ല ഉമ്മക്ക്. അങ്ങനെ മോള് മറച്ചു വെക്കൊന്നും വേണ്ട. നിന്റെ ഉമ്മാനെ കൊണ്ട് പൊന്തിച്ചിട്ട് മേലക്കൊന്നും വെക്കണ്ട. നിന്റെ ഉമ്മാടെ സ്വഭാവം ഞങ്ങൾക്ക് അറിയണ പോലെ നിനക്ക് അറിയില്ലല്ലോ. ഞങ്ങളെ ഞങ്ങൾ ഒരു ഉമ്മാന്റെ മക്കളെ പോലെ എടുത്ത് നീത്തിയായിട്ട് ജീവിച്ചതാ. പിന്നെ നിന്റെ ഉമ്മാന്റെ സ്വഭാവേ പിന്നെ 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 മാറി തുടങ്ങി. മോൾക്ക് പോകുമ്പോ അറിയും ഉമ്മാന്റെ സ്വഭാവം അങ്ങനെ മോശമായിട്ടൊന്നും കേട്ടിട്ടില്ല. വേറെ കുറെ പേരൊക്കെ അങ്ങനെ കേട്ടിട്ടുള്ളൂ. അതിനിപ്പോ കാര്യം അറിഞ്ഞാ എന്ത് നമ്മളെ കുഞ്ഞുമ്മാടെ മോളില്ലേ ഒന്ന് വീട്ടിൽ വന്ന് നിക്കണില്ലേ, ആ അവള് തെറ്റി വന്നിക്കുക. ഇതൊന്നും പുറത്ത് വരൂല. നമ്മളെ കുടുംബത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പത്രത്തിൽ ഇട്ട പോലെയാ. തെറ്റി വന്നിക്ക അവളെ കുട്ടികളായിട്ട്. മോള് അറിഞ്ഞില്ല അത്? എന്റെ ഉമ്മ പറഞ്ഞില്ല? അതൊന്നും പറയില്ല. അമ്മയുടെ നിത്യ പറയും. അതിപ്പോ നമ്മളോട് ആരും വിളിച്ച് പറയൊന്നും വേണ്ട, നമുക്കറിയും. നമുക്ക് എന്ത് സംഭവം അപ്പപ്പ അറിയും. ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചാലും നമ്മൾ അപ്പപ്പ അറിയും. നിങ്ങൾ വിളിച്ച് പറയൊന്നും വേണ്ട. നിങ്ങളൊന്നും വിളിക്കുക ഫോൺ ചെയ്യൊന്നും ചെയ്യില്ലല്ലോ. എൻ്റെ ഉമ്മ പിന്നെ ഒട്ടും വിളിക്കില്ല. എൻ്റെ ഉമ്മ ആളാരാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അതിനനുസരിച്ചൊരു മരുമോളെയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അയ്യോ ഇതുപോലെ മരുമോളെ കിട്ടണം. നല്ല കാര്യം. അങ്ങനെ വന്ന് നിക്കണ്ട്. നിന്റെ കാര്യമില്ല അമ്മായി, അതൊക്കെ സ്വാഭാവിക തന്നെയല്ലേ. ഒരു കുടുംബക്കാവുമ്പോ തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവില്ലേ. ഇത് തട്ടലും മുട്ടലൊന്നും അല്ല മോളെ. അവൾ പെണ്ണുങ്ങി വന്നാണ്. അവളുടെ മാപ്പിളൊക്കെ നല്ല അട്ടി കിട്ടി കള്ള് കുടിക്കാത്ര നല്ല കള്ള് കുടിക്കുന്നേ. നല്ല കള്ള് കുടിക്കുമോ. നല്ല അട്ടി കിട്ടിയിട്ടാണ് അവിടുന്ന് പെണ്ണുങ്ങി ജീവനെയും കൊണ്ട് ഓടി വന്നത്. മോൾക്ക് ഇതൊന്നും അറിയില്ലേ? ഞാനിതൊന്നും അറിയാൻ അതേ എന്റെ അമ്മായിമ്മക്ക് അറിയില്ല ഇതൊന്നും. എന്നാ അനിയത്തിയല്ലേ, അപ്പൊ ഈ അറിയുമ്പോ മോശല്ലേ? ഇല്ല ഉമ്മ എന്നാണ് എന്തോ പറയണ്ടായിരുന്നു ഇത്ത വന്നിട്ടുണ്ട്. എന്തിന് ഇത്ര സ്വർണ്ണൊക്കെ ഇട്ടിട്ട് ആ കള്ളോടിന് കല്യാണം കഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. 100 വട്ടം പറഞ്ഞ് ആവശ്യമില്ലാത്ത നിക്കണ്ടാന്ന്. അയ്യോ സ്വത്തും മുതലും വീടൊക്കെ കണ്ടിട്ട് പിടിച്ചു കൊടുത്തതാ. ആ ഇപ്പൊ പെൺകുട്ടി 3 മക്കളും പെൺകുട്ടിയും കൂടി വന്ന് നിക്കാണ്. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും വിചാരിച്ച്. ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്നല്ല, ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ താത്ത വന്നിട്ടുണ്ട് കുട്ടികളായിട്ട് എന്നൊക്കെ. ഇവിടെ എന്തോ ചേർത്താൻ പോവാന്നൊക്കെ പറയുന്നായിരുന്നു സ്കൂളില്. ഇനി അവിടെ പറ്റില്ല. എന്താന്നൊക്കെ പഠിക്കണ മക്കളാ. അപ്പൊ ഇവിടെ സ്കൂളിൽ ചേർത്തിട്ട് ഇനി അവള് ഇവിടെ കൂടാനാ. അവളുടെ കോലം കാണണം. നാളെ തന്നെ അങ്ങാടിയിൽ വെച്ച് കണ്ടപ്പോ അമ്മായിയെ എന്നിട്ട് പാവമുണ്ട്. നല്ല പാവം വെച്ച കുട്ടിയാ. പക്ഷെ എന്റെ ഇവിടുത്തെ ഉമ്മാടി അവരുടെ ഉമ്മയുടെ സ്വഭാവമൊന്നും കിട്ടിയിട്ടില്ല. നല്ല കുട്ടിയാ, പാവം കുട്ടിയാ. അങ്ങനെ തന്നെ അറിഞ്ഞത്. അവിടെ എന്ത് സംഭവിച്ചാലും നമ്മളപ്പ അറിയും. ഇവിടെ എന്ത് സംഭവിച്ചാലും നമ്മളറിയും. പക്ഷെ നിങ്ങളൊന്നും വിളിച്ച് പറയില്ല. അതൊക്കെ അപ്പപ്പ അറിയും, നല്ല അറിയും. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോ അതിശയല്ലേ. ഇവിടെ എല്ലാ കാര്യം മോള് പണിക്ക് പോയത് അടക്കം എനിക്കറിയും. ഞാൻ പണിക്ക് പോയിട്ടൊന്നുമില്ല. മോള് പണിക്ക് പോയി കൊറേ മാസങ്ങൾ നിന്നിട്ടാ മോള് വന്നിരിക്കണ്. ഒക്കെ ഞാൻ അറിഞ്ഞ്. അങ്ങനെയൊന്നും ഇല്ല അമ്മായി, നിന്നെ ആവശ്യമില്ലാത്ത പറയുന്ന പഠിച്ചവനാണ്. ഞാൻ വീട്ടിൽ കുറച്ച് ദിവസം വരുന്നാണ്. ഇതൊക്കെ കാര്യങ്ങളോട് ഇങ്ങനെ പറഞ്ഞു. അതൊക്കെ ഞാൻ അറിയും. ശരി എന്തായാലും കുഴപ്പമില്ല. താത്ത എന്നിട്ട് എന്തേ തിരിച്ചു പോയാ മോള്? നിങ്ങളെ മോള്? എന്റെ മോളൊക്കെ ഗൾഫിൽ പോയില്ലേ. അവള് പോയി ഇപ്പൊ സുഖമായിട്ട് ജോലിക്കും കയറി. അവളെ മക്കളെ ഇംഗ്ലീഷ് മീഡിയം ചേർത്തി. അവൾക്കൊക്കെ പരമ സുഖമാണ്. 3 കുട്ടികൾക്കും നല്ല സുഖമാണ്, കൊഴപ്പൊന്നുമില്ല. വായൊരു ദിവസം അവൻ വന്നിട്ട് അവനെയും കൊണ്ട് വായോട്ടാ. ഫോൺ അടിക്കുന്ന ഇപ്പൊ. ശരി ശരി. എന്താ അല്ലേ എങ്ങനെ അറിയുന്ന ചോദിക്കണ. അമ്മായിമ്മക്ക് അനുസരിച്ച മോളാ. ഒരു പൊട്ടിക്ക് വ്യത്യാസമല്ല. ഒരു സാധന അമ്മായിമ്മനോടെ കതിർകാന്തിയാണ് മരുമകള്. ഒരു 100 ഞങ്ങൾ വിടുന്നില്ല അമ്മായിമ്മനെ പറ്റിയിട്ട് പറയുമ്പോ. നമ്മുടെ മരുമക്കളാണെങ്കിൽ ഒക്കെ അയച്ചിട്ട പോലെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. എത്രയും സംസാരിച്ചിട്ട് ഒരു കാര്യമുള്ള വായ്പുള്ളതെന്ന് വരുന്നില്ല. പിന്നെ വേണം മരുമക്കള് അല്ലേ. എനിക്കും കിട്ടിയിട്ടുണ്ട് 2 എണ്ണം. പാടില്ല. ശരി എന്നാ. മാമ വന്നിട്ട് വേഗം ഇതിനെ കൂട്ടിക്കൊണ്ടു പോയാൽ മതിയാവും. എന്റെ ഫോൺ ഇവിടെ, ഫോണിനെ കാണാനില്ല. കഥയും പറഞ്ഞ് എങ്ങനെ ഇരിക്കും. എവിടെ എവിടെ പോവാൻ നേരായില്ലേ? വാ.
ആ നിൽക്കുന്നേ, ഞാൻ ഇവളായിട്ട് കുറച്ച് വർത്താനം പറഞ്ഞിട്ട് നിൽക്കട്ടെ. ഇപ്പൊ കണ്ടിട്ട് കുറെ കാലമായില്ലേ. എന്റെ നാത്തൂനുണ്ടെങ്കിൽ ഒന്നും അവളായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ആ കുറെ സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്താ അവിടെ പോയിട്ട് ഇപ്പൊ പണി? വെറുതെ ഇരിക്കാനല്ലേ, ഇത്തിരി നേരം വർത്താനം പറഞ്ഞിരിക്ക. നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ ഇത്താനെ പറ്റിയിട്ട്. അവളെ മരോള് പറയാ പേടിയാ. അവള് പറയണ്ട, നന്നായിട്ട് അവര് നല്ല സ്നേഹത്തോടെ ഇരുന്നോട്ടെ, അതന്നെ നല്ലത്. പക്ഷെ ഭയങ്കര സാധന കൂട്ടത്തോടെ ഇരിക്കുമ്പോ അതൊക്കെ ഇപ്പോഴും ചെയ്തത് എന്റെ മനസ്സിലുണ്ട്. എന്തൊക്കെ സാധനാന്നറിയോ ഇവരുടെ കാര്യങ്ങളൊക്കെ. ഉമ്മായൊന്നും മിണ്ടാണ്ടിരുന്നൂടെ? എന്തിനാ ഇത്? വന്നപ്പോ തൊട്ട് നിങ്ങൾ ഉമ്മാനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞോണ്ട് നിക്കണ്. എനിക്ക് കണ്ടിട്ട് തോന്നിയില്ലല്ലോ ഉമ്മാക്ക് എത്ര സ്വഭാവം ഉണ്ടെന്ന്. അമ്മായിക്ക് എന്തിന്റെ ഇതാണ്? മോളെ, എൻ്റെ ഉമ്മാനെ ഞാൻ കുറ്റം പറഞ്ഞല്ല, മോൾക്ക് ഞാൻ ഇതായിട്ട് പറഞ്ഞതും അല്ല. പക്ഷെ മോൾക്ക് അറിയാത്ത മുന്നേ നിന്റെ ഉമ്മാനെ എനിക്കറിയും. ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനത്തെ കഥകളൊക്കെ. ഈ അമ്മായി വരുമ്പോ മാത്രമേ നമ്മൾ കേൾക്കലുള്ളൂ ഉമ്മാനെ കുറിച്ചിട്ട്. ഇല്ലാണ്ട് ഒരു കുഴപ്പം ഉമ്മാന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്കും ഇല്ല, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇന്നേ വരെ ഉമ്മാക്കും ഇല്ല. ഞാൻ തെറ്റിപ്പോയി എന്നൊക്കെ നിങ്ങളോട് ആരെയും വിളിച്ചു പറയുന്നത്? നമുക്ക് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടും ഇല്ല. സംഭവിക്കാണ്ടിരിക്കട്ടെ, പഠിച്ചോനാണ്, സംഭവിക്കാണ്ടിരിക്കട്ടെ. പക്ഷെ നിങ്ങൾ ഓരോന്ന് പറയുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്. അമ്മായിക്ക് അമ്മയുടെ കാര്യം നോക്കിയിരുന്നപ്പോ എന്തിനാണ് ഇത് വെറുതെ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത്? എന്താ മോളെ, കറണ്ട് പോയോ? അതൊക്കെ ഓഫായല്ലോ. ആ, അത് കറണ്ട് പോയത് അമ്മായി. എനിക്കിതിൽ ഇരിക്കാൻ പറ്റില്ല മോളെ, എനിക്ക് ചൂടെടുക്കണ, എനിക്ക് നിൽക്കാൻ പറ്റില്ല. അതാണ്. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ, എനിക്ക് തീരെ ഇരിക്കാൻ പറ്റില്ല. മനസ്സിലായി. ശരി, ഞങ്ങൾ പോട്ടെ എന്നാ. ഉമ്മ എന്നൊക്കെ പറയില്ല. ബാഗ് എടുത്തിട്ട് പോകുന്നില്ലേ? ബേഗ് എടുക്കാൻ ബേഗില് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, എന്നാ ഉമ്മ എന്നാ പറയിട്ട് ചൂട്ടെടുത്തിട്ടേ. എന്നാ ശരി മോളെ, താനേ കോട്ടയത്ത് അതിന്റെ 2-3 വീടുകളൊന്ന് കയറണം. എന്റെ കൂട്ടുകാരികളുടെ വീടാ. അപ്പൊ ഒന്ന് കയറി കുറച്ചു നേരം വർത്താനം പറഞ്ഞിട്ട് ഞങ്ങൾ പോണം. അപ്പൊ ശരിട്ടാ, വന്നാല് പറയിട്ടാ. മോളൊന്നും വിചാരിക്കാതെ പറഞ്ഞതൊന്നും. എന്നാ ശരി. എന്നാ ശരി മോളെ. എനിക്ക് വല്ല ആവശ്യം ഉണ്ടായത് ആ കുട്ടിയുടെ വായിന്നെല്ലാം കേൾക്കാൻ? ഇത് വലിയ പൊങ്ങച്ചം വേറെ അതിന്റെ ആവശ്യമില്ല. എന്തിനിപ്പോ അതിനൊക്കെ നിക്കണ്? അതിന്റെ ആവശ്യമില്ല. പോസ്റ്റിന്റെ കാര്യം പറയുമ്പോ തന്നെ ഞാൻ വേഗം വിട്ടെന്ന് കടയ്ക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അവിടെ നിന്ന് ചമ്മന്നിട്ട് വേഗം. പക്ഷെ ഇനി മേലൊക്കെ ഒരു വീട്ടിലും പോയിട്ട് ഇങ്ങനെ പറയരുത് കേട്ടാ, ആവശ്യമില്ല. നീ ഒന്നും ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നും പറയാൻ പാടില്ലേ, നമ്മൾ ചമ്മല്ലേ. ഇനി മേലൊക്കെ ഒരു വീട്ടിലും പോയിട്ട് ഇങ്ങനെ ഒന്നും പറയരുത് കേട്ടാ, മോശം. അവരടുത്തൊക്കെ അങ്ങനെ തന്നെ പറയണം, നിങ്ങൾക്ക് മനസ്സിലാവൂല പറയുമ്പോ. നിന്നെ പോലെ കുടുംബത്തിൽ കുറെ എണ്ണം ഉണ്ട്, അതിനൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റുക?